ഈ യുദ്ധം നടക്കാൻ പോകുന്നത്, ಈ ಯುದ್ಧ ನಡೀಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇರುವಂತದ್ದು ഞാൻ കണ്ടത് അങ്ങനെ പറയാണ്, ನಾನು ನೋಡಿದನ್ನು ಹಾಗೆಯೇ ಹೇಳ್ತಾ ಇದ್ದೇನೆ. വെള്ളത്തിന്റെ പേര് പറഞ്ഞായിരിക്കും. ಒಂದು നീരിನ വിഷയವಾಗಿ സമസ്യ ഉണ്ടാക്കി ആ യുദ്ധ സംഭവിച്ചു. വെള്ളം തടഞ്ഞു നിർത്തിയാല് സിന്ധു നദിയിൽ വെള്ളത്തിന് പകരം ഇന്ത്യക്കാരുടെ ചോര ഒഴുകുമെന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ സർദാരി പറഞ്ഞത് കാരണം പേടിച്ച് ഇന്ത്യ ജലം നദിയിലെ ഉറി ഡാം ഒന്ന് ചെറുതായിട്ട് തുറന്നുവിട്ടിട്ടുണ്ട്. ഇപ്പോഴെന്തായി മുന്നറിയിപ്പില്ലാതെ വെള്ളം വന്നതുകൊണ്ട് പാകിസ്ഥാനിലെ ഹട്ടിയംബാല ഡിസ്ട്രിക്റ്റിലെ നദീതീരവാസികളെയെല്ലാം എമർജൻസി ആയിട്ട് ഒഴിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. സിന്ധു നദീജല കരാറ് ഇന്ത്യ സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഏത് ആണവ ഭീഷണിക്കും മാറ്റാൻ കഴിയുന്നതല്ല. അതെങ്ങനെ ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ യൂസ് ചെയ്യാം എന്നതിന്റെ ഡെമോ ഇൻഡയറക്റ്റ് ആയിട്ടല്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഒന്നും വാക്കിലൊതുക്കിയില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സിന്ധു നദീജല കരാറിൽ തൊട്ട് കഴിഞ്ഞാൽ അത് യുദ്ധമായി മാറുമെന്ന് പാകിസ്ഥാൻ പറയുന്നത്, അവർ ഭയപ്പെടുന്നത്. കാരണം പറയാം, സിന്ധു നദിയുടെ പ്രധാന ഭാഗം ചൈനയിലെ ടിബറ്റിൽ നിന്നും തുടങ്ങി ഇന്ത്യയിലെ ലഡാക്കിലൂടെ പാകിസ്ഥാനിലേക്ക് എത്തുന്ന പാതയാണ്. പാകിസ്ഥാൻ കൂടുതലും കവർ ആകുന്നത് ഈ ഇൻഡസ് റിവറാണ്, ഈ നദിയാണ്. ഇന്ത്യക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ മാത്രമേ കരാറ് വഴി ഈ നദിയിലുള്ളൂ. പക്ഷെ ഇതിലേക്ക് വന്നു ചേരുന്ന മറ്റ് പോഷക നദികൾ, അതായത് ഝലം, ചെനാബ്, സുത്ലച്ച്, ബിഎസ്, രാവി എന്നീ നദികളിലെ ആകെ മൊത്തം ചെറുതും വലുതുമായിട്ട് ഇന്ത്യയിൽ 20-ലധികം ഡാമുകളുണ്ട്, പ്രൊജക്ടുകളുണ്ട്. ഇതിൽ കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് കുറച്ച് കൺട്രോൾ മാത്രമുള്ള, പാകിസ്ഥാന് കൂടുതൽ അധികാരമുള്ള വെസ്റ്റേൺ റിവറുകളായ ഝലം, ചെനാബ് എന്നീ റിവറുകൾ, അതിലെ ഝലം നദിയിലെ ഉറി ഡാമാണ് യാതൊരു മുന്നറിയിപ്പില്ലാതെ ഇന്ത്യ ഇപ്പോൾ തുറന്നുവിട്ടത്. എന്തായാലും നിസ്സഹായരായ പാകിസ്ഥാൻ ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന വിധം വെള്ളത്തെ ഉപയോഗിക്കാനായിട്ട് ഇന്ത്യ തുനിയില്ലെന്ന് പാകിസ്ഥാന് ചിലപ്പോൾ ഉറപ്പുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായിരിക്കാം. കാരണം ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇന്ത്യയുടെ ഇടപെടലുകൾ കുറച്ച് മാന്യമായിരുന്നത് കൊണ്ട് തന്നെ. പക്ഷെ തായോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാല് കൊടുക്കാതിരിക്കാൻ പറ്റും. ഭാരതത്തിനൊന്നിಗೆ ഇന്ത്യക്ക് ഞാൻ പ്രവചിക്കുകയാണ്. ഞാൻ പ്രവാദിസ്ತಾ വലിയ വലിയ തെരുവുകൾ, വലിയ ഗ്രൗണ്ടുകളൊക്കെ രക്തകളമാകും. ದೊಡ್ಡ ಬೀದಿಗಳು, ದೊಡ್ಡ ಗ್ರೌಂಡ್ಗಳೆಲ್ಲವೂ ರಕ್ತದ ಹೊಳೆಯಾಗಿ ಬದಲಾಗಿ 2024 2024 നവംബർ 28-ാം തീയതി, ನವೆಂಬರ್ 28ನೇ ತಾರೀಕು 12:33 12:33 പരിശുദ്ധാത്മാവിൽ പ്രവീൺ പ്രസാദ് പ്രവചിച്ചു പറയുന്നു. ಪರಿಶುದ್ಧಾತ್ಮನಲ್ಲಿ ಪ್ರವೀಣ್ ಪ್ರಸಾದ್ ಅವರು ಪ್ರವಾದನೆ ಮಾಡಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ഇന്ത്യയിൽ സ്വർഗീയ ഇടപെടൽ നടക്കാൻ പോകും. പരലോകದ സംഭവിക്കുന്ന കാര്യങ്ങൾ രാവിലെ എനിക്കുണ്ടായ എൻകൗണ്ടറിൽ കർത്താവ് എന്നെ കാണിച്ചു. 3 ವಿಷಯಗಳು ಬೆಳಗ್ಗೆ ಮುಂಜಾನೆ ಉಂಟಾದ ಒಂದು ಸಂಧಿಸುವಿಕೆಯಲ್ಲಿ ದೇವರು ನನಗೆ ತಿಳಿಸಿದರು. ಒಂದು, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ബോർഡറിൽ, ಇಂಡಿಯಾ ಮತ್ತು ಪಾಕಿಸ್ತಾನದ ಗಡಿ ಪ್ರದೇಶದಲ್ಲಿ ഒരു വലിയ ഏറ്റുമുട്ടൽ ആർമികൾ തമ്മിൽ നടക്കാൻ പോവുകയാണ്. ದೊಡ್ಡ ಒಂದು ಹೋರಾಟ ಸೈನಿಕರ ಮಧ್ಯದಲ್ಲಿ ನಡೆಯಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. അതില് ഇന്ത്യയുടെ സൈനിക സേനയിൽ ഒരുപാട് സൈനികർ കൊല്ലപ്പെടും. ಆ ಒಂದು ಯುದ್ಧದಲ್ಲಿ, ಆ ಒಂದು ಹೋರಾಟದಲ್ಲಿ ಭಾರತದ ತುಂಬಾ ಸೈನಿಕರು ಮರಣವನ್ನು ಅಪ್ಪಿಕೊಳ್ತಾರೆ. ഈ എന്നെ കർത്താവ് കാണിച്ചത് അങ്ങനെ പറയാം. ನನಗೆ ಕರ್ತನು ತೋರಿಸಿದನ್ನು ಹಾಗೆಯೇ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ആമേൻ. ആ യുദ്ധത്തോട് കൂടെ, ಆ ಯುದ್ಧದ ಮುಂದುವರೆಯಲ್ಪಟ್ಟ ದಿನಗಳಲ್ಲಿ ഇന്ത്യ ലോകത്തെ തിരിച്ചടിക്കുന്ന ഭയങ്കര രണ്ടാമതൊരു യുദ്ധം നടക്കും. ಅಲ್ಲಿಯ ಭಾರತ ದೇಶ ತಿರುಗಿ ಹೊಡೆಯುವಂತ ಎರಡನೇ ಒಂದು ಯುದ್ಧ ಸಂಭವಿಸುತ್ತದೆ. അത് പാകിസ്ഥാനുമായിട്ട് മാത്രമായിരിക്കത്തില്ല. ഭാരതം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളോടും പൊരുതി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പോവാണ്. ಅದು ಪಾಕಿಸ್ತಾನ ರಾಷ್ಟ್ರದೊಂದಿಗೆ ಮಾತ್ರವಾಗಿರುವುದಿಲ್ಲ, ಬೇರೆ ಅನೇಕ ರಾಷ್ಟ್ರಗಳೊಂದಿಗೆ ಹೋರಾಟ ಮಾಡಿ ನಿಂತುಕೊಳ್ಳುವ ಒಂದು ಸಮಯ ಬರ್ತಾ ಇದೆ. ഇന്ത്യയിൽ മാസങ്ങളോളം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് COVID-19 വന്നപ്പോഴാണ്. ಇಂಡಿಯಾದಲ್ಲಿ ತಿಂಗಳುಗಟ್ಟಲೆ ಲಾಕ್ಡೌನ್ ಅನ್ನು ಪ್ರಖ್ಯಾತಿಗೆ ಬಂದಿದ್ದು ನಮ್ಮ COVID-19 ಬಂದಾಗ. എന്നാൽ ಆದರೆ ഈ യുദ്ധത്തോടുകൂടെ, ഈ യുദ്ധದೊಂದಿಗೆ ഭാരതത്തിന്റെ എല്ലാ സിസ്റ്റവും ഗവൺമെന്റ് തന്നെ സ്തംഭിപ്പിക്കും. ಭಾರತ ದೇಶದ ಎಲ್ಲ ಸಿಸ್ಟಮ್ ಅನ್ನು ಗವರ್ಮೆಂಟ್ ಅವರು ಅದನ್ನು ಸ್ತಬ್ಧ ಮಾಡ್ತಾರೆ. രാജ്യത്തിന്റെ ഒരു തരത്തിലുമുള്ള സീക്രട്സ് പുറത്തു പോകാതിരിക്കേണ്ടതിനായി ഭയങ്കര ഒരു
മൊത്തത്തിൽ അടച്ചു വെക്കുന്ന പോലെ ചില മാസങ്ങൾ ಎಲ್ಲವരെയും ಲಾಕ್ಡೌನ್ ಆಕು. ಕೆಲವು ತಿಂಗಳು ಭಾರತ ದೇಶದ ಇಂಟರ್ನೆಟ್ ಕೂಡ ಬಂಧಿಸಲ್ಪಟ್ಟು ಯಾವುದೇ ಮಾಹಿತಿಗಳು ಹೊರ ರಾಷ್ಟ್ರಗಳಿಗೆ ಹೋಗದೇ ಇರುವ ರೀತಿಯಲ್ಲಿ ಒಂದು ಕಾರ್ಯವನ್ನು ಭಾರತ ದೇಶದಲ್ಲಿ ನಡೀಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. നിങ്ങളിത് പ്രാർത്ഥിച്ച് ക്യാൻസൽ ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഇത് നടക്കും. ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಅದನ್ನು ಕ್ಯಾನ್ಸಲ್ ಮಾಡಿ ಪ್ರಯೋಜನ ಇಲ್ಲ, ಅದು ಹಾಗೆಯೇ ಸಂಭವಿಸುತ್ತದೆ.